ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും രാവിലെ ഒരു ശുഭദിനം ആശംസിക്കുന്നു. വെള്ളവും മഴയൊക്കെയാണ് എല്ലാ നാട്ടിലും. എല്ലാവരും സുരക്ഷിതരായിട്ടൊക്കെ അല്ല ഇരിക്കുന്നത്. ഞങ്ങൾ സുരക്ഷിതരായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഭയങ്കര ശല്യം. ഇന്നലെ രാത്രി നമ്മുടെ മുറ്റത്തൊന്നും വെള്ളമില്ലായിരുന്നു കേട്ടോ. ഇന്ന് നേരം വെളുത്തപ്പിന്നെ മുട്ടിൻ്റെ താഴെ വരെ വെള്ളമായില്ലേ. ഞാൻ വെള്ളം കാണിക്കാം. നമ്മുടെ കിണറൊക്കെ നിൽക്കുന്നതുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വഴി കൂടെ പോകുന്നിടത്താണെങ്കിൽ അപ്പടി വെള്ളമാണ്. മുട്ടിന് മേളി വരെ വെള്ളമുണ്ട്. ഇന്ന് തുണി നനച്ചേ നീന്തി റോഡിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ, അതുപോലെ വെള്ളമായി. അപ്പോൾ പെരക്കകത്തൊന്നും വെളിയിൽ ആരും ഇറങ്ങണ്ടെന്നുള്ള സത്യം. അപ്പോൾ വെള്ളവും ബുദ്ധിമുട്ടും ദുരിതമൊക്കെയുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക, വളരെ സുരക്ഷിതമായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കുക. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുകയും പേടിക്കുകയൊക്കെ ഉള്ള അവസരം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചും സുരക്ഷിതരായിട്ടും ഒക്കെ ഇരിക്കുക കേട്ടോ. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ രാവിലെ എന്നും തുടങ്ങുന്ന പോലെ തന്നെ എനിക്ക് പനിയാണ്, സംസാരിക്കാനൊന്നും മേല. വെളിയിടാൻ പോയപ്പോൾ നിന്ന് നനഞ്ഞതാണ്, അന്ന് തൊട്ട് പനിയാണ്. ഇന്നലെ പോയി മരുന്നൊക്കെ മേടിച്ചപ്പോൾ കുഴപ്പമില്ല, എന്നാലും സംസാരിക്കാൻ ഇച്ചിരി ശ്വാസം മുട്ടലൊക്കെ പോലെ തോന്നുന്നു. അപ്പം രാവിലെ പടിപടി പോലെ തന്നെ എന്നും ചെയ്യുന്ന പോലെ ചോറായി, കറിയായി, ഒരു മെഴുക്കുവരട്ടി വെച്ചു, മീൻ വറുത്തു, പിന്നെ സാമ്പാർ വെച്ചു. ഇനി ദോശയ്ക്ക് മാവ് കലക്കി വെച്ചേക്കുന്നു. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിന്നൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കി. ബീട്രൂട്ട് അരച്ച്, മാവിൻ്റെ കൂടെ ബീട്രൂട്ട് അരച്ച് വെച്ചൊരു വെറൈറ്റി കളറായിട്ട് നല്ലൊരു ദോശയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കറിയില്ലാതെ വേണമെങ്കിലും അതിനകത്ത് മധുരമൊക്കെ ഇട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നത്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ദോശ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ എണ്ണ യൂസ് വെച്ചത്. ഇങ്ങനെ തുണി ചുരുട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കും. എന്നിട്ട് ഈ തുണി പിടിച്ചാണ് നമ്മൾ എണ്ണ ഇങ്ങനെ ചട്ടിയെ തേക്കുന്നത്. ദോശ ഉണ്ടാക്കുന്നതിലോട്ട് ഇങ്ങനെ എണ്ണ തേക്കുന്നത് കൊണ്ടാണ് ഞാൻ കേട്ടോ. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ കണ്ടോളേ നിങ്ങളെ. നമ്മുടെ അടുക്കളയിൽ ചെറിയ സൗകര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഗ്യാസിൻ്റെ പുറത്ത് ഒരു അടപ്പ് പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് മാവ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ദോശയാണ് വേണ്ടത് കേട്ടോ. സാമ്പാർ കുക്കറിനകത്ത് ഇരിക്കുന്നു, തുറന്നില്ല, കടുക് വറുത്തില്ല, ആക്കിയില്ല. അപ്പോൾ അതവിടെ ഇരിക്കുന്നു. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ കടുക് വറുത്ത് കഴിക്കാനെടുക്കാം. അപ്പം അങ്ങനെയാണ് ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ. എന്തിനു വേണമെങ്കിലും റോഡിലോട്ട് പോകണേ നനച്ച് നീന്തി പോകണം. അത് കാരണം ബുദ്ധിമുട്ടാണ് പോകാൻ. ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് കുളിക്കുന്നു, ഒരുങ്ങുന്നു. ധൃതിയെ നനച്ച് നീന്തിയാലും ജോലിക്ക് പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എഴുന്നേറ്റില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ ദോശ ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുമക്കൾക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ ഈ ദോശ ഇങ്ങനെ കഴിക്കാം. പിള്ളേർക്ക് ഇങ്ങനെ കളറൊക്കെ ഉള്ള ദോശ വലിയ ഇഷ്ടമല്ലേ. ഒരു ബീട്രൂട്ടൊക്കെ ഒന്ന് നമ്മൾ മെഴുക്ക് പുരട്ടി കൊടുത്താൽ ബീട്രൂട്ടൊക്കെ ആരട്ട അങ്ങനെയുള്ളതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ മടിയാണ്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഇത് കുഞ്ഞുങ്ങൾ കഴിക്കും. ദോശ കഴിക്കുന്നതിൽ കൂടെ ഈ പച്ചക്കറിയുടെ അംശങ്ങളും എല്ലാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ചെല്ലുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ദോശ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് നമുക്ക് കാണാം.